ഇന്നലെ മാർക്കസ് ആണ് റിപ്പോർട്ട് ചെയ്തത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യയുടെ അണ്ടർ-19 പ്ലെയർ ആയിട്ടുള്ള സുമിത് ശർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരത്തെ സൈൻ ചെയ്തു എന്നുള്ള കാര്യം. അപ്പോൾ ആരാണ് ഈ ഒരു താരം എന്നുള്ള നിലയ്ക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. 18 വയസ്സുകാരനായിട്ടുള്ള ഒരു മണിപ്പൂരി സ്വദേശിയാണ് സുമിത് ശർമ്മ. ഇപ്പോൾ ഇന്ത്യയുടെ അണ്ടർ-19 ടീമിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ടായിരുന്നു സാഫ് ചാമ്പ്യൻഷിപ്പിലൊക്കെ. സാഫ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുന്ന ഒരു ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളൊരാളാണ്. സെൻട്രൽ ബാക്ക് പൊസിഷനിലാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. നല്ല പെർഫോമൻസ് നടത്തിയുള്ള താരമാണ്. ഒരു സെൻട്രൽ ബാക്ക് പ്ലെയർ ആണെങ്കിൽ കൂടി ഒരു ഗോൾ സ്കോറിംഗ് ഡിഫൻഡർ എന്ന നിലയിൽ കൂടി പറയേണ്ട ഒരു താരമാണ് സുമിത് ശർമ്മ എന്നുള്ളതാണ്. മണിപ്പൂരി സ്വദേശിയാണെന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അദ്ദേഹം ക്ലാസിക് FA എന്ന് പറഞ്ഞിട്ടുള്ള മണിപ്പൂരിലെ അക്കാഡമിയുടെ പ്രൊഡക്റ്റാണ്. ആ ഒരു അക്കാഡമിക്ക് വേണ്ടി യൂത്ത് ലീഗ്സിലൊക്കെ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട 2024 അണ്ടർ-17 യൂത്ത് ലീഗ് വിൻ ചെയ്തിട്ടുള്ള ടീമാണ് ക്ലാസിക് FA. അപ്പോൾ ആ ടീമിൻ്റെ പ്രധാനപ്പെട്ട താരമായിട്ട് വരാൻ സാധിച്ചിരുന്നു. അതുപോലെ ഈ കഴിഞ്ഞ RFDL, അതായത് 2025 നടന്നിട്ടുള്ള RFDL വിൻ ചെയ്തത് മോഹൻ ബഗാനാണ്. പക്ഷേ മോഹൻ ബഗാൻ പരാജയപ്പെടുത്തിയ ടീമാണ് ക്ലാസിക് FA. അപ്പം ആ ഒരു ടീമിൻ്റെയും ഒക്കെ ഭാഗമായിട്ടുണ്ടായിരുന്ന താരമാണ് ഇദ്ദേഹം എന്നുള്ളതാണ്. ഇന്ത്യയുടെ അണ്ടർ-19 മാത്രമല്ല അണ്ടർ-16 തൊട്ടുള്ള ഏജ് കാറ്റഗറിയിൽ എല്ലാം കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് ഇദ്ദേഹം എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇന്ത്യയുടെ അണ്ടർ-20 ക്വാളിഫയേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ഒരു നിർണായക താരമായിട്ട് മാറാനുള്ള സാധ്യതയുള്ള താരം തന്നെയാണ്. 18 വയസ്സേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുമ്പോഴത്തേക്കും ഇനിഷ്യലി ഒരു റിസർവ് ടീമിൻ്റെ പ്ലെയർ എന്ന നിലയിലായിരിക്കും കളിക്കാൻ സാധ്യത കൂടുതൽ. പ്രത്യേകിച്ച് സെൻട്രൽ ബാക്ക് കൂടി ആയതുകൊണ്ടാണ് കേട്ടോ. കാരണം കോറു സിംഗ് അത്രയും യങ് ഏജിലാണ് വന്നെങ്കിൽ അവിടെ കുറേ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. നമുക്ക് റൈറ്റ് വിങ്ങിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തെ പെട്ടെന്ന് സീനിയർ ടീമിലേക്കൊക്കെ എത്തിച്ചത്. അപ്പം കോറുവിൻ്റെ ഒരു പിന്മുറക്കാരൻ എന്ന നിലയിൽ, അതായത് അണ്ടർ-19 ടീമിൽ നിന്ന് വരുന്നൊരു താരം എന്ന നിലയിൽ നോക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് കുറച്ചും കൂടി ചലഞ്ചസ് ഉണ്ടാകും. കാരണം ഒരു ഡിഫൻഡർ എന്ന നിലയിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സെൻട്രൽ ബാക്ക് എന്ന നിലയിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച്, കാരണം അവിടെ ഓൾറെഡി ബികാഷ് ഉണ്ട്. അദ്ദേഹം നിലവിൽ നല്ല പെർഫോമൻസ് തന്നെയാണ്. ഇപ്പോൾ അണ്ടർ-23 ടീമിനൊക്കെ വേണ്ടി നന്നായിട്ട് കളിച്ചു. ഹോമിപ്പാവും മറ്റൊരു ഓപ്ഷൻ എന്ന നിലയിലൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇവരോട് ഫൈറ്റ് ചെയ്തൊക്കെ വരണമെങ്കിൽ അതിന് തീർച്ചയായിട്ടും റിസർവ് സൈഡിലൊക്കെ പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ സാഹചര്യങ്ങളുണ്ട്. അതല്ലെങ്കിൽ മറ്റ് ടൂർണമെൻറ്റ്സിലൊക്കെ കളിക്കണമായിരുന്നു. ഇത്തവണ നമ്മൾ ഡ്യൂറൻ കപ്പും പരിപാടിയൊന്നും കളിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഓപ്ഷൻസ് ഇല്ല ഈ ഒരു സീസണിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു കളിക്കാനുള്ളൊരു അവസരം കിട്ടാനായിട്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ. സൈനിങ് ഓഫ്.